ഹലോ യെസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ കറി ലീവ്സും വട്ടത്തിലരിഞ്ഞിട്ടുള്ള 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അപ്പോൾ ഇതിൻ്റെ അളവ് കണ്ട് പേടിക്കേണ്ട. ഇത് ചൈനീസ് ആയതുകൊണ്ടിട്ട് അത്രയ്ക്കും നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളിയുടെ അത്രയും എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ. അതുകൊണ്ടിട്ടാണ് ഇത്രയും ചേർത്ത്. നന്നായിട്ട് റോസ്റ്റ് ആയ ശേഷം 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്ത് ബ്രൗണിഷ് കളറിലേക്ക് ആക്കിയെടുക്കുക. ഇനി പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടേസ്റ്റിന് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് നല്ലൊരു കളറിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. പഴുത്ത തക്കാളി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. നല്ല റെഡ് കളറാണെങ്കിൽ കറി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എൻ്റെ അത്രയ്ക്ക് കളറൊന്നുമില്ല, പക്ഷേ എന്തായാലും നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കുക. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. ആ സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം നല്ലപോലെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വച്ചിട്ട് കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സവാളയും അതുപോലെ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്തുടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചേർക്കേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കെച്ചപ്പ് എന്ന് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഉപ്പും മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്നുകൂടി നോക്കി ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ച് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പൊടിക്കൈകൾ കൂടി ചെയ്യണം. ഒരു പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. കുറച്ച് കറി ലീവ്സും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 5 മുട്ട ഇതിലേക്ക് പുഴുങ്ങിയത് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കൂടി കുറച്ച് കറി ലീവ്സും തൂക്കി ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കിയിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ഒരു പാനിൽ നിന്ന് മാറ്റും. കാരണം ഇത് ഇരുമ്പിൻ്റെ പാത്രമല്ലേ, അതുകൊണ്ടിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്താലും കുറച്ച് നേരത്തേക്ക് തിളയുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. നല്ലപോലെ കുറുക്കിയ അടിപൊളി കളറും ടേസ്റ്റും മണമൊക്കെയുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.